കാറ്ററിംഗിന്റെ തന്നെയാണ്. എവിടെയാണ് സ്ഥലം? മട്ടൻ തല. പിടി. എവിടെ ഇതിന് നമ്മൾ എന്തോട് ഇതിന് പറയുന്നത്? ഇതെന്താ സംഭവം? ഒരു ചിക്കൻ കാന്താരി മിക്സ് ചെയ്ത്. പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഓർഡർ ചെയ്താൽ പോരാ. ഡെയിലി പായസം കിട്ടുന്ന ഒരേ ഒരു കടയാണ് ആലപ്പുഴയിൽ. നിങ്ങളുടെ യഥാർത്ഥ സ്റ്റോർ എവിടെയാണ്? അഗ്രഹാരം. എന്താ അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് എണ്ണ കൊണ്ടുവന്ന കുപ്പിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹിമാലയക്കാരാണ്. ഞാനൊക്കെ പണ്ട് പഠിച്ച സ്ഥലമാണ് ഇവിടെ, ടേബിൾ ടെന്നീസ്. ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം ഇതിനകത്തോട്ട് കാലം വയ്ക്കും. ഏകദേശം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 2006-2007 കാലഘട്ടത്തിലാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. കേട്ടോ അങ്ങനെ ഞാനിവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനിവിടെ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷമാണ് YMCA-ലോട്ടൊന്ന് കാലെടുത്ത് വയ്ക്കുന്നത്. ഞങ്ങൾ ഫീസ് അടച്ചിരുന്ന അവരുടെ ഓഫീസാണ്, YMCA-യുടെ ഓഫീസാണ് ഈ കാണുന്നത്. ഇപ്പം ഏതാണ്ട് ലൗഞ്ച് പോലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ ഒരു കെട്ടിടവും ബിൽഡിങ്ങും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറും എല്ലാം പഴഞ്ചനായിരുന്നു. ഇക്കടോ എവിടെയാ ഇത്? വേറെ ഒന്നല്ല, ഇവിടെ ഗാനമേളയാണ്. ഇങ്ങോട്ട് പോകണം, നമുക്ക് അതിലെ കൂടെ പോകാം. പാടോ, അതിലെ കൂടെ കയറി പോവാം. ഏത് അങ്ങോട്ട് പോകാം? ഇതാണോ ഫെസ്റ്റ്? ശരി. ഇത് വാട്ടർ അയണൈസറാണ്. എന്താ അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് വെള്ളത്തിൽ pH ചേഞ്ച് ആൽക്കലൈൻ ഹൈഡ്രജൻ വാട്ടർ ആണ്. ആൽക്കലൈൻ വാട്ടർ നമ്മുടെ ബോഡി ഓർഗൻസ് മുഴുവനും pH ബേസ്ഡ് ആണ്. ബ്ലഡ് pH 7.8 ആൽക്കലൈൻ വാട്ടർ ബാലൻസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ആൽക്കലൈൻ വാട്ടർ ഈ ഡയബറ്റിസ് പേഷ്യൻസ് യൂസ് ചെയ്യുന്നത്. അതാണ് എന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രോഡക്റ്റിന് എത്രയാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരും? ഇന്ന് 3 lakhs വരുന്നു. 3 lakhs. അപ്പൊ എന്തൊക്കെ അതിന്റെ ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ? ഈ ഒരു മെഷീൻ സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോളിസിസിലൂടെ pH ചേഞ്ച് ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം പ്ലേറ്റ്സ് ആണ്. ഇതിൽ 11 പ്ലേറ്റ്സ് വരുന്നുണ്ട്. ടൈറ്റാനിയം പ്ലേറ്റ്സ് നമ്മൾ സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, മെഡിക്കൽ ഗ്രേഡ്. അത് ശരി. കോസ്റ്റ്ലി ആണ്. അതിന് പ്ലാറ്റിനം കോട്ടറാണ് വരുന്നത്. പ്ലാറ്റിനം കോട്ട് ടൈറ്റാനിയം പ്ലേറ്റ്സ്. എന്താ സംഭവം? എന്താ ബ്രൗണിയാണോ? എത്ര പ്രൈസ് ഒക്കെ? 100 രൂപയല്ലേ ഒരു പീസിനല്ലേ? തന്റെ ഐറ്റം ഒക്കെ ഇരിക്കുന്നു. 50 രൂപയോ? അമ്മോ, ഇതൊക്കെ ഇതെന്താ കേട്ടോ സാധനം? തൈര് വട. ഇത് രസവട. ഇത് നിങ്ങളിപ്പോ മേക്ക് ചെയ്യണമല്ലോ? മേക്ക് ചെയ്ത എത്ര പ്രൈസ്? എത്ര അതിന്റെ? തൈര് വട 20, രസവട 15, വട ഐറ്റംസ് എല്ലാം 10 രൂപ വെച്ച്. പായസം ഉണ്ടല്ലേ? ഇത് കാരാവട എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും സ്റ്റഫ് ചെയ്യോ? അതോ സ്റ്റഫിങ്? ഇതിനകത്ത് അരി, പിന്നെ എല്ലാ ടൈപ്പ് ഉഴുന്ന് ഗ്രെയിൻസ് എല്ലാം ഉണ്ടാവും. എല്ലാ ലെന്റിൽസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സാധനം? ഇത് മൈസൂർ ബോണ്ട എന്ന് പറയും. എല്ലാം വെജിറ്റബിൾ വെജ് ആണല്ലേ കംപ്ലീറ്റ്? ഓക്കെ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുട്ട പോലെ ഉണ്ടായിരുന്നു. ഡെയിലി പായസം കിട്ടുന്ന ഒരേ ഒരു കടയാണ് ആലപ്പുഴയിൽ. നിങ്ങളുടെ യഥാർത്ഥ സ്റ്റോർ എവിടെയാണ്? അഗ്രഹാരം. എവിടെയാണ്? ഇന്ദിരാ ജംഗ്ഷൻ. പാൽപ്പായസം. പാൽപ്പായസം ലിറ്റർ കണക്ക് എങ്ങനെയാണ്? ലിറ്ററിനുണ്ട്, പിന്നെ ഒരു ഗ്ലാസിന്. ലിറ്ററിന് എത്ര രൂപയാണ്? ലിറ്ററിന് 280. ശർക്കര 260. പായസം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നല്ല അടിപൊളി. ഇവിടെ എത്ര ആളുണ്ടാവും? 3 ദിവസം. ഇന്നത്തെ കൊണ്ട് തീരുവാണ്? നാളത്തെ കൊണ്ട് തീരും. ഓക്കെ, നമ്മുടെ പകോടയുടെ ഉണ്ട്. ഇതാ പകോടയുടെ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എനിക്കറിയില്ല, അവരുടെ അകത്തുള്ള ആൾക്കാരല്ലേ. റെസ്റ്റോറന്റിന് ഒരിക്കലും ചേരാത്ത ഒരു ഡെക്കറേഷൻ അല്ലേ? ആ
ഇതാണ് നിങ്ങളെയാണെന്ന് മനസ്സിലായി. അവിടെ ഇത് കണ്ടിയേ കോംബോ. അപ്പൊ നമ്മുടെ ടൗണിയുടെ കിടക്കാൻ നമ്മളൊന്ന് കവർ ചെയ്യണ്ടേ? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലാണോ? അപ്പൊ അവിടെ ഞാൻ കണ്ടു. എങ്ങനെയാ അവിടുത്തെ പ്രൈസ് തന്നെയാണോ? അതെന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ആണ് ഉണ്ടല്ലേ? ഓക്കെ പ്രൊമോഷൻ. ഓക്കെ. എന്തൊക്കെയാണ് കറികൾ? എന്തൊക്കെയുണ്ട്? ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ്, മഞ്ചൂരിയൻ, ഗോബി, പ്രോൺസ് എല്ലാം ഉണ്ടല്ലേ? ബേസിക് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ഒരു പൈനാപ്പിൾ ജ്യൂസ് എത്രയാണ്? എൻ്റെ ഒരു ഗ്ലാസ്സിന് എത്ര? 50 രൂപ. എനിക്ക് വേണ്ട. ഇതിനകത്ത് വെള്ളമൊക്കെ ചേർക്കും അതോ ചേർക്കും? ഇല്ല. മധുരമോ? ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനെയുണ്ട്. എന്തായിട്ട് തോന്നുന്നു? പൈനാപ്പിൾ അല്ലേ? അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? വേറെ ഏതൊക്കെ ചേച്ചിയുള്ളത്? വാട്ടർ മെലാണല്ലേ? ജിഞ്ചർ ലെമൺ. ഒരു ജിഞ്ചർ ലെമൺ അടിച്ചോളൂ. ഞാൻ അന്നത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോയ്ക്ക് ശേഷം ജിഞ്ചറിനോട് എന്താന്നുള്ളൊരു ഇല്ലാത്തൊരു സ്നേഹം. എരിവ് കൂടുതലാണോ? നടക്കല്ലേ? അതെന്താ ഇത് കിടക്കുന്നതൊക്കെ? പുതിനയല്ല. ഓ, വയറിനൊക്കെ നല്ലതായിരിക്കും അല്ലേ? ഇതിനെത്രയാ? 20. ഇവിടെ ഏത് ഹോട്ടലിന്റെ ആണോ? കാറ്ററിംഗിന്റെ തന്നെയാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കവിത ഐറ്റീസിന്റെ അവിടെ. ഓക്കെ. അതെങ്ങനെയാ? ഓ, അതാണല്ലേ. അപ്പൊ കാനോൺ കാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കാറ്ററിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിന്റെ നമ്പർ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്നുണ്ട്. നിങ്ങളുടെയാണോ അപ്പുറത്തെ ഔട്ട്ലെറ്റ്? എല്ലാം നിങ്ങളുടെയാണ്. അതിന്റെ അപ്പുറത്തോ? ഈ രണ്ടെണ്ണം. ഓക്കെ. പക്ഷെ എനിക്ക് ജിഞ്ചറൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ, സീരിയസ്ലി. ആ, എവിടേക്കും ഒരു തോന്നലുണ്ട്, ഇത്രേ പറയാൻ പറ്റും. അതുപോലെ തന്നെ ചായകളുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ലെമൺ ടീ ഉണ്ട്, കാർഡമം ഉണ്ട്, ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി നമ്മുടെ കട്ടൻ ചായ എന്നല്ലേ? കാപ്പി തന്നെ. ഇതെന്താ സംഭവം? ഓ, ശംഖുപുഷ്പം. ഓക്കെ, നല്ല കളറാണല്ലേ? മസാല ടീ അല്ലേ? നിങ്ങളുടെ കാറ്ററിങ്ങിനും ഇതേ പ്രൈസ് ഒക്കെ തന്നെ വരുമോ? സെയിം തന്നെയാണ് ഏകദേശം അല്ലേ? ഓ, ഇതിന്റെ പേരറി, ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ പേരിപ്പോഴാണ് അറിയുന്നത്. നമ്മൾ പലതും പല ഭാഷ രീതിയിലാണ് പറയുന്നത്. അതെ, ഇത് പിടിയാ. കോഴിക്കറി നോക്കാം. കരിമീനല്ലേ? ഇപ്പൊ അതെന്തായാലും തുറന്നു കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എത്രയാ പ്രൈസ്? എത്ര വരെ? 150. ഇത്രേ ഉള്ളൂ? അല്ല, സൈസ് അനുസരിച്ചല്ലേ പ്രൈസ് നിശ്ചയിക്കുന്നത്? ജനറൽ എല്ലാത്തിനും ഒരേ പ്രൈസ് ആണ്. ഓക്കെ, ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. തേങ്ങയും എല്ലാം കൂടി നല്ലതായിട്ടോ. അടുത്തേക്ക് വളമുണ്ടല്ലേ? കാച്ചിലോ? ചേമ്പ്. ഓക്കെ, ചേമ്പും മുളകൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ മീൻകറി എല്ലാം? ഓക്കെ, എന്ത് മീനാണ്? ട്യൂണ. കേര ട്യൂണ. പിടി. അവിടെ ഇതിന് നമ്മൾ എന്തുകൊണ്ട് ഇതിന് പറയുന്നത്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിടി എന്ന് കേൾക്കുന്നത്. ഇതെന്താ സംഭവം? പാൽക്കപ്പ. അപ്പൊ എങ്ങനെ പൊടിഞ്ഞു കിടക്കണോ ഇന്നത്തെ? തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ഫിഷ് കറി.
ചിക്കൻ ചിക്കൻ ചട്ടിനാണ്. ചെട്ടിനാണല്ലേ? ഡ്രാഗൺ ചിക്കൻ ഇതെന്താണ് സാധനം? ചെമ്മീനാണ്. ചിക്കൻ കൊത്തി ചിക്കൻ കുത്തി രണ്ടു പേരുടെ ചട്ടിനാണ്. ബീഫ് കുർമ, മട്ടൻ തല വിത്ത് ബ്രെയിൻ ഇൻസൈഡ് ആണോ അതോ ബ്രെയിൻ റിമൂവ് ചെയ്തതാണ്? ഉള്ളതാണ്. അല്ല, അത് വേവിക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകത്തില്ലേ? അങ്ങനെ അകത്തോടുന്നുണ്ട് ചൂട് കയറി കഴിയുമ്പോൾ. അതെ, ഇത് പനീർ അല്ലേ? പനീർ ബട്ടർ മസാല ആണോ? പനീർ. ഇത് പാൽക്കപ്പ അല്ലേ? ഇത് ബട്ടർ ചിക്കൻ. പറവൂരുള്ള ഏവീസ് ഫുഡ് ഹൗസിന്റെ മെനു ആണ് ഈ കാണുന്നത്. അത് സത്യം പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡെക്കറേറ്റീവ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കല്ലപ്പം ഹണി ഗ്രേപ്പ് ജ്യൂസ്. ഈ ഹണി ഗ്രേപ്പ് ജ്യൂസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഓൾ ഗ്രേപ്സ് ആണ് ഈ ഹണി ഗ്രേപ്സ് എന്ന് പറയുന്നത്. അതിന് ആക്ച്വലി നമ്മൾ ഗ്രേപ്സിനെ ബോയിൽ ചെയ്തിട്ട് അതിന് ഗ്രേപ്പും ഹണിയും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ്. അതിന്റെ പൾപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സോള ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. സ്പെഷ്യൽ. നിങ്ങൾ എവിടെ ഞാൻ ഓർഡർ ചെയ്യാറൊക്കെ ഉണ്ടോ? സ്വിഗ്ഗിയിൽ താങ്ക് യു. ധാരാളല്ലേ? ബീഫിന്റെ സ്റ്റൂ വരുന്നുണ്ട്. സാർ ഇത് നമ്മൾ ആലപ്പി ഫിഷ് കറിയാണ്. ഫിഷ് കറി നമ്മൾ തേങ്ങ അരച്ച് ആലപ്പി ഫിഷ് കറി കാളാഞ്ചിയാണ്. കാളാഞ്ചി. നമ്മൾ തേങ്ങ അരച്ച് കുടംപുളി ഇട്ടത് പിന്നെ മാങ്ങ എല്ലാം അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ പുളിയുള്ള നല്ല മാങ്ങ ചേർത്ത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ. സെയിം ഡിഷാണ്. സെയിം. ഓക്കെ, അതെന്താ സംഭവം? ഇത് മുളകിട്ട വരാല് കറി. വരാല് നമ്മുടെ നാടൻ വരാലല്ല, നമ്മുടെ കുട്ടനാടൻ വരാല. വളരെ ഔഷധ ഗുണമുള്ള സാധനം. അതെ, ആ വരാലാണ്. വരാല് പീസ് നമുക്ക് ഒരു കറിയിൽ 3 പീസ് വരും സാർ. 3 പീസ്. എത്ര രൂപ വരും? ഇതാകുമ്പോൾ 280 വരും. 280. 3 നല്ല പീസ് ഉണ്ടോ? നല്ല പീസ്. നല്ല പീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചെറിയ കലാപരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെ മിസ്റ്റർ ഡ്രങ്കൻജി? നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോയ്ക്ക് പോകണം, നടന്നു പോകണം. മഴയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാല് തന്നിരിക്കുന്നത് നടക്കാനാണ്. ദൈവം നടക്കാനല്ല, നമ്മൾ നടക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പരിപാടിക്ക് പോവാം. മിസ്റ്റർ ഡ്രാഗൻ. ഇതാണ് നമ്മുടെ കുടുംബ ക്ഷേത്രം. കാവാണ് ആക്ച്വലി. ഇതൊരു സന്ധ്യാസമയമൊന്നുമില്ല, ഇപ്പം ആക്ച്വലി 4 മണിയായിട്ടുള്ളൂ. ഇതൊരു ചതുപ്പ് പോലത്തെ ഒരു കുളമാണ് ആക്ച്വലി. രാത്രിയൊക്കെ വന്നാൽ പേടിച്ച് നമ്മൾ പണി തീരും. നല്ലൊരു ഇവിടെ ഒരുമാതിരി റെയിൻ ഫോറസ്റ്റ് കയറിയ ഒരു എഫക്റ്റാണ്. ഫുള്ളും കാടായതുകൊണ്ടേ ഉണ്ടാ മഴയും വെയിലും വെട്ടമൊന്നും അധികം വരത്തില്ല ഇങ്ങോട്ട് ഏത് സമയത്തും. നല്ല തണുത്ത ഒരു ഒരു ഉൾക്കാട്ടിപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുമ്പോൾ. ഓക്കെ ഗ്യാസ്, അപ്പോൾ കാവത്തി കഴിഞ്ഞു. ഇവിടെ ജസ്റ്റ് നമ്മൾ വിളക്ക് കത്തിക്കാനും തിരിയിടാനൊക്കെ ആയിട്ട് വന്നതാണ്. ചെറിയൊരു സന്തോഷം, കുടുംബക്ഷേത്രമല്ല. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളും കൂടെ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നാലും ലെറ്റ്സ് ജോയിൻ. പിന്നെ ഇവരാണ് ഇതെല്ലാം നോക്കിയും കണ്ടുമൊക്കെ നടത്തുന്നത്. തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഇവരാണ്. അതുപോലെ ഇവിടെ തുലാഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് എണ്ണ കൊണ്ടുവന്ന കുപ്പിയാണ്. ഇപ്പം ഇവിടെ തന്നെ മറ്റൊരു കുളവും കൂടെ ഉണ്ട്. കുളമാണ് കംപ്ലീറ്റ്. ഉണ്ടല്ലേ ഗൈസ്? അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ഏകദേശം നമ്മൾ തൂത്തും തുടച്ചും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഇനി നമ്മുടെ വിളക്കൊക്കെ കത്തിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യാം. കാരണം സന്ധ്യ ആയതൊരു പ്രതീതിയാണ്. ഇപ്പോൾ 4:30 കഴിഞ്ഞതേ ഉള്ളൂ. മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ഇരുട്ടാണ്. കാരണം പെട്ടെന്ന് ഇരുട്ടാൻ സാധ്യതയുണ്ട്. നല്ലൊരു മഴയ്ക്കുള്ള കോളും കൂടെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അമ്പലം, കാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് കാവും കൂടെ ആകുമ്പോൾ ഇതുപോലൊരു നിങ്ങൾ ഈ ഒരു ഫോറസ്റ്റ്, ഒരു നല്ല കാട് പോലത്തെ കാവിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ആ ഒരു നമ്മുടെ അമ്പലം പോലെയല്ല, പക്ഷെ കാവ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രകൃതിയിലോട്ട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് കൂടുതൽ കിട്ടും. നല്ലൊരു പ്രത്യേക ഒരു വൈബ് കിട്ടും. വൈബല്ല, ഇറ്റ്സ് ആക്ച്വലി സംതിങ് സ്പിരിച്വൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഒരു പീസ്ഫുൾ ആംബിയൻസും കൂടെ ആകുമ്പോൾ
It's actually unique, which you can't experience anywhere else. ഇനി നമുക്ക് യാത്ര തുടരാം. ഒരുപാട് സന്ധ്യയായി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഇരുട്ടാവും. കാരണം ഇവിടെ വേറെ വെട്ടവും വെളിച്ചവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഈ കാടിനകത്തൂടെ രാത്രിയൊക്കെയുള്ള യാത്ര സർപ്പങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യത്തൊന്നും ഇല്ല. എങ്കിലും എത്രയാണെന്ന് പറഞ്ഞാലും രാത്രി ആയി കഴിഞ്ഞാൽ ഈ കാവിലൂടെയൊക്കെ പോകുമ്പോൾ ആർക്കായ ഒരു ഭയം വരും. സർപ്പങ്ങളെ മാത്രമല്ല, ഇങ്ങനെയുള്ള കഥകളെയും നമ്മൾ ഇരുട്ടിനെ എല്ലാവരുടെയും ഉള്ളിലൊരു ചെറിയ ഭയം ഉണ്ടാവും. പക്ഷേ ഞാൻ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കും പേടിയുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ പേടിയില്ലെങ്കിൽ നമ്മൾ പേടിച്ച് പോകും ചില സാഹചര്യങ്ങളിൽ. ഇരുട്ടാവുന്നതിന് മുമ്പും നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മൾ എക്സ്പോ കണ്ടു, കാവിലൊക്കെ പോയി നല്ലൊരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലിനെ ഒക്കെ ഡ്രോപ്പ് ചെയ്തു. എന്തായാലും നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു ആംബിയൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മനസ്സിന് പ്രത്യേക ഒരു സന്തോഷം. വെട്ടുകടയിൽ പോയി നല്ലൊരു ഫുഡൊക്കെ അടിക്കാം. ഫാമിലിനെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടോ. നമ്മൾ MDTV തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇറ്റ്സ് ഗോണ ബി എ പേഴ്സണൽ വ്ളോഗ്. അതായത് മാത്രമല്ല ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ കളക്ടറേറ്റ് ജംഗ്ഷന്റെ തൊട്ടിപ്പത്തുള്ള നമ്മുടെ ആലപ്പുഴ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ടടുത്താണ് ഈ ജംഗ്ഷൻ. പാസ്പോർട്ട് ഓഫീസ് ജംഗ്ഷനാണ്, വേറെ പേരുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ എല്ലാം തട്ടുകടകളും കാര്യങ്ങളും എല്ലാം ആണ്. നമുക്കപ്പോ ഏതെങ്കിലും നല്ല തട്ടുകട നോക്കി നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാം. ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ആലപ്പുഴയിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പഠിക്കാൻ ചിന്തിക്കേണ്ട പോലെ സ്വപ്നത്തിൽ മാത്രം. സോ എവിടെ പോണം? നീ പുറകെ വരുന്നു. മാറി വണ്ടി. അതെ, അങ്ങോട്ടോ? ഇവിടെ എല്ലാം തട്ടുകടകൾ തന്നെ കേട്ടോ ഗൈസ്. പക്ഷെ നമ്മൾ പോണത് ഈ തട്ടുകടയാണ്. കഴിക്കാൻ ഇടിയപ്പമുണ്ട്, അരിപ്പത്തിരിയുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ട ഉണ്ട്, ദോശയുണ്ട്. കറിയോ? ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ഉലത്തിയതുണ്ട്, ബീഫിന്റെ ലിവർ ഉണ്ട്, പോത്തിയുണ്ട്, കക്കാറിച്ചിയുണ്ട്, മീൻകറിയുണ്ട്, കടലയുണ്ട്. ചിക്കൻ ഒന്നുമില്ല. ചിക്കൻ കാന്താരിയുണ്ട്, ചിക്കൻ ചുക്ക ഉണ്ട്, ചിക്കൻ പെപ്പർ ഉണ്ട്. കാണിക്കോ? ചിക്കൻ കാണിച്ചോ? ഇത് കാന്താരി ചിക്കൻ. കാന്താരി. ഇത് നമ്മള് പെപ്പർ ചിക്കൻ കാണാൻ വെക്കും പോലെ. മട്ടൻ കറി വെക്കും പോലെ ചിക്കൻ കുറുമ. ഇത് ചിക്കൻ ചുക്ക ഫ്രൈ ചെയ്ത് മസാല അടിക്കും. എന്ത് വേണം? അരിപ്പത്തിരി ആലം കഴിച്ചാലൊരു പൊറോട്ട ആകത്തുള്ളൂ. അരിപ്പത്തിരി. അപ്പൊ ഒരു അരിപ്പത്തിരി പൊറോട്ട ഉണ്ടല്ലോ. പൊറോട്ട ഉണ്ട്, കഴിക്കാനാണ്? കഴിക്കാം. ഒരു പ്ലേറ്റ് പൊറോട്ട, ഒരു പ്ലേറ്റ് അരിപ്പത്തിരി, പിന്നെ ഒരു ചിക്കൻ ചുക്ക. ഒരു ചിക്കൻ കാന്താരി. ഞാൻ പറഞ്ഞു ഗൈസ്, ഓൾറെഡി തന്നെ ഇവിടെ നല്ല കോമ്പറ്റീറ്റീവ് ആണ്. കാരണം കംപ്ലീറ്റ് തട്ടുകടകളാണ്. ചിക്കൻ കാന്താരി കയറി പിടിച്ചത്. അതെ, പച്ചമുളക് കടിച്ചാലും ഒരു കൂടി ഏത് കറി മേടിച്ചാലും. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സാധാരണ നമ്മൾ കാന്താരി, അതായത് കാന്താരി അൽഫാമാണ്. പക്ഷെ കാന്താരി ചിക്കൻ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണ്. നോർമൽ തട്ടുകടകൾ ഇന്ന് ഡിഫറെന്റ് ആണ് ഈ ഒരു ലൊക്കാലിറ്റിയിലെ കടകൾ എന്ന് പറയുന്നത്. നമ്മൾ റീസെന്റ് ആയിട്ടൊന്നുമില്ല, നമ്മൾ ഈ ലൊക്കാലിറ്റി നമ്മുടെ അന്ന് അവിടെ ചെയ്ത കടയിൽ ഒരു 10-ലധികം ഡിഷസ് ആണ് ഉള്ളത്. ഒരു 15ഓളം വെറൈറ്റി ഡിഷസ് ആണ് അന്ന് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണ് അവൈലബിൾ. അപ്പോൾ ഇന്ന് നമ്മൾ മേടിക്കാൻ പോകുന്നത്, നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ കാന്താരി, ചിക്കൻ ചുക്ക, അതുപോലെ തന്നെ അരിപ്പത്തിരി, പൊറോട്ട. നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഐറ്റംസ് വന്നിരിക്കുന്നത്. കാന്താരി ചിക്കൻ, ഇത് ചിക്കൻ ചുക്ക, ഇത് ബീഫിന്റെ ഗ്രേവി, ഇത് പെപ്പറിൻ്റെത്, ഇത് കുറുമാൻ്റെത്. താങ്ക് യു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഗ്രേവിയാണ്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേവിയുടെ കൂടെ അവർ ഓരോ പീസ് കൊടുത്തേ. പെപ്പർ ചിക്കൻ്റെ കൂടെ ഒരു പീസ്, പിന്നെ ഇതുപോലെ ബീഫിൻ്റെ. നമ്മൾ വന്നുകൊണ്ടാന്ന് തോന്നുന്നു രാശി. എത്ര പേരായി പോന്ന്. ഡ്രങ്കൻജി പരിപാടി തുടങ്ങുമല്ലേ? വെള്ളപടി ആയാലും ഫുഡടി ആയാലും ഡ്രങ്കൻ അതൊക്കെ മേലെ തുടങ്ങും. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ ഹോട്ടലുകളൊന്നും പോയി ഇന്നത്തെ കാലത്ത് കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ റിയൽ ടേസ്റ്റ് അറിയാൻ ഇതുപോലെ ചെറിയ തട്ടുകടലോട്ട് നമ്മളൊന്ന് ഇറങ്ങി വരണം. അതാണ് എൻ്റെ ഒരു സത്യം, എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. കാരണം ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലായാലും 3 സ്റ്റാർ ആയാലും എനിഹാവ് അവിടെയൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ചെറിയ തട്ടുകളിൽ നമുക്ക് കിട്ടും. അതിന് ഉദാഹരണമാണിത്. പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് അതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി അടിക്കുന്നേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ കാലതാമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് കുറേ നേരത്തെ താമസത്തിന് ശേഷം എന്താ നമ്മുടെ പൊറോട്ടയും അരിപ്പത്തിരി എത്തിക്കഴിയും. സോ ഡ്രങ്കൻജി ഏതിലാണ് പിടിക്കാൻ പോണത്? അതെനിക്ക് മനസ്സിലായി. ഏത് കറിയാണ് താൻ പിടിക്കാൻ പോണത്? അത് പെപ്പർ ചിക്കൻ.
മൊത്തത്തിൽ അങ്ങോട്ട് കമത്തും. എന്തായാലും തനിക്കുള്ളതല്ലേ? ആണ് കുറേശ്ശെ നല്ല എരിവ്. കഴിച്ചില്ല, അതിനും വരുവാണെന്ന്. ഏറെക്കൊല്ലം കഴിച്ചു നോക്കിയായിരുന്നു അല്ലേ? പരിപാടി ആരംഭിക്കും. എങ്ങനെയുണ്ട് മോനെ? പൊളിയാണ്. നമ്മുടെ കടലക്കറി പിന്നെ മീൻ കപ്പ അതിൻ്റെ അടുത്ത് മീൻചാര ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇത് നമുക്ക് നമ്മളുടെ സ്നേഹം കൊണ്ട് അവർ തന്നതാണ്. ഇത് കടലക്കറിയല്ലേ? കറിക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കുറവാണ്. ഓക്കെ സാർ, താരതമ്യം എനിക്ക് കറികൾ കുറവാണ് ആക്ച്വലി. ഇവിടെ ഇതിനേക്കാളും ഒരുപാട് കറികളുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരേ പൊളിയാണ് കേട്ടാ. പൊളി ഇന്ന് പൊളിയൊന്നുമല്ല, നൈസ് ബർത്ത്ഡേ ആണല്ലോ. ഇതെന്ത് സാധനം ഒരു ചട്നി? കപ്പയുടെ കൂടെ കഴിക്കാനുണ്ട്. എന്നാലും ഒരു പീസ് കപ്പ ഒന്ന് കിടച്ചു നോക്കാം. കപ്പയും മീൻകറിയും കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാരണം ഏതിൽ പിടയ്ക്കും. ചിക്കൻ ചുക്ക. ആണോ? ഞാൻ എൻ്റെ ഫേവററ്റ് സാധനമായ കടലയും കൊടുന്നു. കാരണം പൊറോട്ടയും കടലയും എന്ന് പറയുന്നത് അതൊരു വേറൊരു കോംബോയാണ്. കോമ്പോ ഏത് മുളക്? ബറ്റിലെ മുളക് മാത്രം. കുറച്ചെടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണത്. ഞാൻ ഈ പൊറോട്ടയുടെ ഇത്തിങ്ങനെ എടുക്കണം. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. ആ മുളകിന്റെ ഇന്ന് നമ്മുടെ തനതായ ഭക്ഷണം കടലക്കറിയായിട്ടൊന്ന് പിടച്ചാൽ. കടലിന് ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് കൊലത്തിയിലുണ്ട്, ലിവറുണ്ട്, കോഴിയുണ്ട്, കട്ടാറുണ്ട്, കടലുണ്ട്, മീൻ കറിയുണ്ട്. തൻ്റെ ഫേവറേറ്റ് സാധനം വന്നല്ലോ. പക്ഷെ ഫ്രൈ വേണ്ട അതിന് നാരങ്ങയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട്. ഓ ആയിക്കോട്ടെ. നാരങ്ങ പൊറോട്ട ഇട്ട അരിപ്പത്തിലൂടെ കഴിക്കാൻ പോണം. പൊളി. ഫ്ലേവർ മൊത്തം മാറിപ്പോകും. കഴിയോ? അടിപൊളി. ഞാൻ ഞാനും കഴിക്കാം. ആ എരിവും എല്ലാം കൂടെ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ? കപ്പ മീൻകറി നമ്മൾ എപ്പോഴും എറണാകുളത്ത് നമ്മൾ സ്ഥിരം മേടിക്കുന്നതല്ലേ? ഇടക്കിടക്ക് വന്ന് വീഡിയോ എടുക്കില്ലേ? അതെ അതെ, ഓരോ ഡിഷിനും വേണ്ടി. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ മനസ്സിലായില്ല. നമ്മുടെ ഉമ്മ
പെങ്ങള് പെണ്ണുമ്പിള്ള നമ്മളെല്ലാവരും കൂടെ കഷ്ടപ്പെടും. നമ്മൾ 12 കൊല്ലമായി ഇവിടെ. പ്രവാസി ജീവിതം നിർത്തിയിട്ട് ഇവിടെ തുടങ്ങിയത്. ഇവിടെ കൊണ്ടാണ് നമ്മളെല്ലാം ആയത്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്നാണ്. ഇവിടെ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. ഇവിടെ ഉള്ളവരാണെങ്കിലും എല്ലാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഒരു ദിവസം കട അടച്ചാൽ നമ്മളെ വിളിച്ച് ചോദിക്കും എന്താണ് കാര്യം എന്നൊക്കെ എല്ലാവരും വിളിച്ച് ചോദിക്കും. എല്ലാവരും നല്ല സഹകരണം കാര്യങ്ങളൊക്കെ. നമ്മളൊരു വെളുപ്പിന് ഒരു 3 മണി വരെ ഇവിടെ ഉണ്ട്. വൈകുന്നേരം ഒരു 6 മണി 7 മണിയാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. നമ്മളൊക്കെ എല്ലാം കണക്കെ ഉണ്ട്. പിന്നെ നമ്മളതിനെ 3 മണിക്ക് പോയിട്ട് ഇതിന്റെ രാവിലെ 10 മണിക്ക് ഉണ്ടെച്ച് ഇതിന്റെ ഓടണ്ടേ. ഇതിന്റെ കൂടെ എല്ലാം സെറ്റൊക്കെ ആയി വരുമ്പോൾ 7 മണിയാവും. ഞാനുണ്ട്, വാപ്പ ഉണ്ട്, ഇന്നൊരു പയ്യനുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വട്ടപ്പള്ളിയിലാണ് വീട്. വട്ടപ്പള്ളിയിലാണ് വീട്. അങ്ങനെയാണ് ഹാപ്പിനെസ്സാണ് വലിയ കാര്യങ്ങളും ബഹളവും ജാടയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സാധാരണക്കാരുടെ ഒരു കടയാണ്. അപ്പം അതിൻ്റെതായുള്ള അവരുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്. ആ ഒരു ടേസ്റ്റാണ്. ഈ കടയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും അറിയപ്പെടേണ്ട കടയാണ് അല്ലേ? പിന്നെ വലിയ വലിയ മുന്തിയ കടകൾ മാത്രമല്ല, ഇതുപോലുള്ള നല്ല ഭക്ഷണം വിളമ്പുന്ന കടകളും അറിയപ്പെടണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാര്യങ്ങളൊക്കെ വഴി നിങ്ങൾ പറയും. 2 ഹോട്ടല വിയർത്ത് അതൊക്കെ എൻ്റെ ഭാഗമാടും. ഇത് കഴിക്കുന്ന പെപ്പർ ചിക്കൻ കഴിക്കുന്നുണ്ട്. ഞാൻ കാന്താരി ഓർഡർ ചെയ്തില്ല. അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് വേണം. ഞാൻ വാങ്ങിച്ചതും താങ്കളുടെ പ്ലേറ്റും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അത് ഫുഡിന്റെ കാര്യത്തിൽ താങ്കൾക്ക് എപ്പോഴും അറിയാം. ഇതിനുള്ള രണ്ടും തീർന്നു. ഇനി ബാക്കിയുള്ള ഐറ്റംസിലൊക്കെ വേണമെങ്കിൽ കട കൈ എടുത്തേക്കും. ചിക്കൻ ഒരു പീസ്. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഓർഡർ ചെയ്താൽ പോരാ. അത് ശരിയാ. അപ്പൊ നമ്മുടെ പരിപാടി ഏതായാലും തീരാറായി. ഞാൻ സാധാരണ കഴിക്കുന്നതിനായിട്ട് കൂടുതൽ കഴിക്കുന്നു. നമ്മുടെ രംഗം പറഞ്ഞ കാക്കാട്ടോ, കുട്ടിക്ക് നല്ല മധുരമുണ്ട് അല്ലേ? രംഗനത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, മധുരം എന്ന് പറയുന്ന സാധനം അല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എല്ലാം കൂടെ ഒരു കലർന്നപ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇത്ര സ്പീഡ് വിയർത്ത് കുളിക്കല്ലേ? 10 മണി ഇത്രയും